ഇന്നലെ രമേശ് ചെന്നിത്തലയും അതുപോലെ മുസ്ലിം ലീഗിൻ്റെ എം.കെ. മുനീർ, കെ.എം. ഷാജി ഉൾപ്പെടെയുള്ള വി.ഡി. സതീശൻ്റെ നിലപാടിനെ തള്ളിക്കളയുകയുണ്ടായത്. ഈ ഒരു നിലപാടെടുത്തിട്ട് വി.ഡി. സതീശൻ ഒറ്റപ്പെടുന്നുണ്ടോ UDF-ൽ? അല്ല, ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ വി.ഡി. സതീശൻ ഒറ്റപ്പെടുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്യാനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് വി.ഡി. സതീശൻ ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദികളല്ല, അവർ യാതൊരു വിധത്തിലുള്ള അക്രമവും നടത്തിയിട്ടില്ല എന്നുള്ളത് പത്രസമ്മേളനത്തിൽ പിന്നെ നേരെ ചൊവ്വയിൽ ജോണി ലൂക്കോസിൻ്റെ അടുത്തൊക്കെ വാദിക്കുന്നത് നമ്മൾ കേട്ടു. ഈ വാദത്തെ പിന്തുണക്കാൻ ആരും തന്നെ തയ്യാറായില്ല. ഷിബിൽ മനസ്സിലാക്കുക, ആരും തന്നെ തയ്യാറില്ല. അപ്പം തന്നെ വി.ഡി. സതീശൻ ഏതാണ്ട് ഒറ്റപ്പെട്ടു ഈ വിഷയത്തിൽ എന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു. വി.ഡി. സതീശൻ ഇതുവരെ നടത്തിയ കാര്യങ്ങളെല്ലാം ഗംഭീരമായി നടത്തിക്കൊണ്ടുവന്നതാണ്. പക്ഷേ ഇതൊരു സ്ലിപ്പ് ഓഫ് ടങ്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. അതിൻ്റെ കാര്യം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ 2000-3000 വോട്ടുകൾ അദ്ദേഹം ഇപ്പോൾ ഇവിടത്തേക്ക് വേണ്ടി മാത്രം മേടിച്ചല്ല, 2026 കൂടി ഉന്നമിട്ടുകൊണ്ട് മേടിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ, അത് 2019 പോലെ ഒരു പിന്തുണക്കാണ്. ഇപ്പോൾ ഇന്നലെ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ള വ്യക്തമായ കാര്യം എന്താണ്? വ്യക്തമായ കാര്യം, കൃത്യമായ മെസ്സേജ് അദ്ദേഹം കൊടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞേക്കണത് ഞാൻ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കാനില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കുന്നതൊക്കെ അതൊക്കെ അവരുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ഉത്തരവാദിത്തം അല്ല എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, വി.ഡി. സതീശനെ അടിക്കാൻ എന്ത് വടി കിട്ടുമെന്ന് നോക്കി നിൽക്കുന്ന ആളുകളാണ് ഈ കൂട്ടത്തിൽ, ഈ കോൺഗ്രസിനകത്ത് ഭൂരിപക്ഷം പേരും. അവർക്ക് കിട്ടിയിട്ടുള്ളൊരു വടിയാണ്. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ വളരെ കൃത്യമായി രമേശ് ചെന്നിത്തല അത് പറഞ്ഞിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോൾ വി.ഡി. സതീശൻ ഉമ്മൻചാണ്ടിക്കെതിരെ പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇന്ന് സംഭവിച്ചേക്കണ കാര്യം എന്താണെന്ന് അറിയോ ഷിബിലി? ഇന്ന് സംഭവിച്ചേക്കുന്നത് 2 നേതാക്കൾ. ഒന്ന് മുസ്ലിം ലീഗിൻ്റെ കെ.എം. ഷാജി അതിരൂക്ഷമായി ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്ന ആളുകളാണ്, അവരുടെ മതരാഷ്ട്രവാദത്തേക്ക് വിമർശിക്കുന്ന ആളുകളാണ്. ആ വിമർശനങ്ങളൊന്നും തന്നെ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല, ആ വിമർശനങ്ങളെല്ലാം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിരിക്കുന്നു. അവർ മതരാഷ്ട്രവാദികൾ തന്നെയാണ്, അവരുടെ ഒരു ഐഡിയോളജിയും മാറിയതായിട്ട് മുസ്ലിം ലീഗ് പോലും കരുതുന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തത് എം.കെ. മുനീർ എന്താ പറഞ്ഞേക്കുന്നത്? എം.കെ. മുനീർ പറയുന്നത് അദ്ദേഹം ഇതിനെതിരെ നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, ആ ലേഖനങ്ങളൊന്നും തിരുത്തിയിട്ടില്ലല്ലോ ഇതുവരെ എന്നാണ്. എന്ന് പറഞ്ഞാൽ മെസ്സേജ് വളരെ ക്ലിയറാണ്. മുസ്ലിം ലീഗ് പോലും അപകടം മണത്തുകൊണ്ടാണ് ഇന്ന് ഈ പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് വന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ വീഡിയോകളിലെല്ലാം തന്നെ പറഞ്ഞിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പ്രസ്താവന മുസ്ലിം മതവിഭാഗത്തിനകത്ത് തന്നെ ഇപ്പം A.P. അബൂബക്കർ മുസ്ലിയാരുടെ കാന്തപുരം വിഭാഗവും അതുപോലെ തന്നെ E.K. സുന്നി വിഭാഗത്തിനോടൊക്കെ തന്നെ വലിയ തോതിൽ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് മറികടക്കാനാണ് മുസ്ലിം ലീഗ് അപ്പുറത്തേക്ക് ഞങ്ങൾ കൂടിയിട്ടില്ല, ഞങ്ങളുടെ അഭിപ്രായം ഇപ്പോഴും ഇത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അണികളിലേക്ക് കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കാനാണ്. അതായത് തൽക്കാലം ഒന്ന് ശാന്തമാക്കാനാണ്. പക്ഷെ അങ്ങനെ ശാന്തമാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത്. കാരണം ഇത് ശക്തിയായിട്ട് മുസ്ലിം ലീഗിന് പറയാനും പറ്റില്ല. ഏതാണ്ട് ഇൻഡയറക്റ്റായി ഇപ്പോൾ എം.കെ. മുനീറും കെ.എം. ഷാജിയും ഒക്കെ പറഞ്ഞിരിക്കുന്നു. അതിപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരൊന്നും അറിയാതെ പറഞ്ഞതാണ്, PMS സലാമൊന്നും അറിയാതെ പറഞ്ഞാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഇവരെ കൊണ്ട് പറയിപ്പിച്ചേക്കുന്നത്. നാളെ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ PMS സലാമോ ഒക്കെ തന്നെ വന്ന് നേരിട്ട് പറഞ്ഞാൽ അത് ഒരു വളരെ ഒഫീഷ്യലായിട്ടുള്ളൊരു അഭിപ്രായമായി മാറിപ്പോകും. അതേസമയം തൽക്കാലം ഇവരുടെ അഭിപ്രായങ്ങൾ കൊണ്ടിട്ട് ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യട്ടെ, ഈ പറയുന്ന അണികളൊന്ന് ശമിപ്പിക്കട്ടെ എന്നാണ് വിചാരിച്ചേക്കുന്നത്. കൂനിന്മേൽ കുരുവാണിത്. കാരണം ആര്യ ഷൗക്കത്ത് പാണക്കാട് തങ്ങളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നില്ല എന്ന് ചോദിച്ച കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നതിനിടയിലാണ് ഈ പറയുന്ന ഇവർ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടിച്ചേരുന്നു എന്ന് പറയുകയും, കൂട്ടിച്ചേർന്നതിനും അവരുടെ വോട്ട് മേടിച്ചതിനും കുഴപ്പമില്ല, പക്ഷെ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്ത് രമേശ് ചെന്നിത്തല പറഞ്ഞത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനില്ലെന്നാണ്. അപ്പം മെസ്സേജ് വളരെ ക്ലിയറാണ്. ഇത് കോൺഗ്രസിനകത്തുള്ള നേരത്തെ ഞാൻ പറഞ്ഞ അടിയൊഴുക്കുകളുടെ ഒരു പ്രതിഫലനമായിട്ടാണ് ഇതിന് നമുക്ക് കണക്കൂട്ടാൻ കഴിയുക. ഇതിൽ നിന്ന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാകാൻ പോകുന്നത് PV അൻവറിനാണ്. അപ്പം ഈ ഒരു ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണച്ച അതിനെ എതിർക്കുന്ന വോട്ട് അൻവറിനാണ് കിട്ടുക എന്ന് പറയുന്നത്? അല്ല, അതിൽ ഒരു വിഭാഗം വോട്ടുകൾ തീർച്ചയായിട്ടും അൻവറിന് കിട്ടും. ഒരു ചെറിയ വിഭാഗം വോട്ടുകൾ ഒരുപക്ഷെ ഇപ്പോൾ തീർച്ചയായിട്ടും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ M സ്വരാജിന് വോട്ട് ചെയ്യാത്ത, ഇതുവരെ ജീവിതത്തിൽ ഒരിക്കലും വോട്ട് ചെയ്യാത്ത മുസ്ലിം ലീഗിൽ അനുഭാവികൾ ഉണ്ടാവില്ല ഷിബിലി, തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറൊരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്, PV അൻവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു ഓപ്ഷൻ ഇല്ല. മനസ്സിലായി? അതാണ് ഞാൻ പറഞ്ഞത്. PV അൻവർ ഒരു 20,000-നും 30,000-നും വോട്ട് പിടിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടില്ല. അത്ര വലിയ തോതിലേക്ക് ഒരു ത്രികോണ മത്സരത്തിലേക്കാണ് ഇപ്പോൾ സംഭവങ്ങളെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ PV അൻവർ നടപ്പിലാക്കുന്ന പരിപാടികൾ കൂടി ഷിബിലി കാണണം. ഇന്നിപ്പോൾ മനോരമ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പരസ്യം വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിരുന്നുകാരൊക്കെ നാളെ പോകും, പക്ഷേ നമ്മളിവിടെ നിലനിൽപ്പിനായി നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോരാടണമെന്ന് പറഞ്ഞ്, പിന്നെ അദ്ദേഹം ഞാൻ ചെയ്ത് തെറ്റെന്താണെന്ന് അതിനകത്ത് ചോദിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള കാര്യം
എഴുതിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്താ? ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ നേരത്തെ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, എല്ലാ ബൂത്തുകളിലും ആളുകൾ അദ്ദേഹത്തിന് ഇല്ല. ഇപ്പോഴും ഏതാണ്ട് 263 ബൂത്തുകളിൽ ഒരു 230ഓളം ബൂത്തുകളിൽ ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അത് നമുക്കറിയാമല്ലോ, ഇപ്പം അത്രയും ബൂത്തുകളിൽ ബൂത്ത് കമ്മിറ്റി ഉണ്ടെങ്കിൽ തന്നെ വലിയ നേട്ടമാണത് ഈ കുറഞ്ഞ സമയത്തിന്. പക്ഷെ എങ്കിൽ പോലും അത് പലപ്പോഴും കൃത്യമായി ചിലപ്പോൾ പ്രവർത്തിക്കാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ CPM പോലെ അല്ലെങ്കിൽ BJP ഉള്ളതുപോലെയുള്ള വലിയ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? പ്രധാനപ്പെട്ട വിഷയം ഇതിനെങ്ങനെ മറികടക്കാമെന്ന് പറയുന്ന സ്ട്രാറ്റജി കൂടി കൃത്യമായി PV അൻവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷിബിലി കണ്ടുണ്ടാവില്ല, സ്ക്രീനുള്ള വണ്ടികൾ, ആ വണ്ടികൾ എല്ലാ ജംഗ്ഷനിലും ഇറക്കി വിട്ട് ശരിക്കും അദ്ദേഹത്തിന് മറ്റുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യം തന്നെയാണ് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ മൈക്ക് അനൗൺസ്മെൻറ്റുകൾ, ഈ അനൗൺസ്മെൻറ്റുകളിലൂടെ കൃത്യമായി അദ്ദേഹം എന്താണോ കൊടുത്തേണ്ട മെസ്സേജ്, ആ മെസ്സേജ് റിപ്പീറ്റഡ്ലി ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആസ് എ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് അത് ഗംഭീരമായിട്ടുള്ളൊരു തന്ത്രമാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആളുകളൊക്കെ നമ്മളോടൊക്കെ സംസാരിച്ചിരുന്നു നിരവധിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് അത് മറികടക്കാൻ പോകുന്ന തന്ത്രമാണത്. അപ്പം അത്തരം തന്ത്രങ്ങളിലൂടെ ഈ പറയുന്ന ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത് പലപ്പോഴും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലായില്ല. പിന്നെ ഏറ്റവും ആദ്യം നമ്മൾ പറയുമ്പോൾ അൻവറിന് ഒട്ടും വോട്ട് കിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ പതുക്കെ നമ്മളുടെ ലെവലിലേക്ക് വന്നു. ഇപ്പോൾ 10,000 കൂടുതൽ വോട്ടായി. ഇനി ഷിബിലി നോക്കിക്കോളൂ, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പറയാൻ പോണോ എന്താണെന്ന് കൂടി കണ്ടോ. 19-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മിക്ക രാഷ്ട്രീയക്കാരും ഒക്കെ സത്യം പറയും. കാരണം അതുവരെ ഇത് പറഞ്ഞേ പറ്റുള്ളൂ. ഉണ്ടാകാനിരിക്കുന്നത് UDF വലിയ കലാപമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ ഉണ്ടാകാനിരിക്കുന്നത് വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ ഇനി ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന അടുത്ത പ്രശ്നം, ഈ ഇലക്ഷൻ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പരാമർശത്തിൽ ഒതുങ്ങിയെന്നാണ്. അല്ല, വേറെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് താഴെത്തട്ടിൽ ചർച്ചയായിട്ടുള്ളത്. അല്ലാതെ ചാനലുകൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊന്നും താഴെത്തട്ടിൽ ചർച്ചയായിട്ടില്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, വിഷയം അതല്ല, താഴെത്തട്ടിലെ ഇപ്പം 2,32,000 പേരും ഈ കാര്യത്തിലാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഷിബിലി ഒരൊറ്റ കാര്യത്തിലാണ്. UDF പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളിൽ ഇത് പ്രശ്നം ഉണ്ടാക്കുമെന്നാണ്. UDF ഇവിടെ തീർച്ചയായിട്ടും ഒരു 65,000-70,000 വോട്ട് അവർക്ക് ഉണ്ട്. കഴിഞ്ഞ തവണ വി പ്രകാശൻ പിടിച്ച 77,000 വോട്ടാണ്. ആ 77,000 വോട്ടുകൾ നേടൽ അസാധ്യമാണ് എന്നുള്ളത് UDF തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ്. അതെന്തുകൊണ്ടാണ്? ഒന്ന്, അതിൽ കുറേ വോട്ടുകളെങ്കിലും ഈ പറയുന്ന പോലെ 10-15-20% വോട്ടുകളെങ്കിലും PV അൻവറിലേക്ക് പോകുന്നതാണ് കോൺഗ്രസ് പിടിച്ചുകൊണ്ടിരുന്ന വോട്ടുകളിൽ. അതാണ് പ്രശ്നം. അപ്പം അത്തരത്തിൽ വലിയ തോതിലുള്ള ഒഴുക്കുണ്ടാകും. ഞാൻ വിചാരിക്കുന്നത് ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ PV അൻവർ പിടിച്ചാൽ അത്ഭുതപ്പെടേണ്ടില്ല. കാരണം അത്തരത്തിൽ വലിയ ഒഴുക്കുകളുണ്ടാകും. പിന്നെ ഷിബിലി പറഞ്ഞ മറ്റേ പ്രശ്നവും ജനത്തിന് വലിയ പ്രശ്നമാണ്. അതായത് ജനത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നവും ഇവർ ഉയർത്തിക്കാട്ടിയിട്ടില്ല എന്നുള്ളത്. ഇപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗ ആക്രമണമാണ്. അത് ആരും ഉയർത്തിക്കാട്ടിയിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വിലയിരുത്തലാകുമോ എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിനെതിരെയുള്ള വിലയിരുത്തൽ മാത്രമല്ല, യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിനെയും കൂടി ആളുകൾ ഇപ്പം എത്രയോ പേരാണെന്നറിയോ ഷിബിലി പറയുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയം വന്നതിന് ശേഷം പിണറായി വിജയൻ്റെ ഭരണം മോശമായിരിക്കാം, അത് മാറണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കാം. പക്ഷേ അതിനേക്കാൾ ഈ പറയുന്ന തീവ്ര വർഗീയ നിലപാടുകാർ നാളെ അധികാരത്തിലെത്തുന്നതിനേക്കാളും നല്ലത് പിണറായി ഇരിക്കുന്നതാണെന്ന് പറയുന്ന എത്രയോ കമൻറ്റുകൾ തന്നെ നമ്മുടെ കയ്യിൽ കാണാം. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് ഇത് കൂടി UDF വലിയ ദോഷമായി ബാധിച്ചിട്ടുണ്ട്. ഇനി ദോഷമായി ബാധിക്കുന്ന വേറൊരു വലിയ കാര്യം ഇവിടെ ഉണ്ട്. ഈ ആര്യാൻ ഷൗക്കത്തിന് ഇഷ്ടമല്ല ഈ ഒരു വിഭാഗത്തിലുള്ള ആളുകൾക്കും. പക്ഷെ അതിനോട് അവർ തൽക്കാലം ഒന്ന് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പൊരുത്തപ്പെട്ട് വന്നപ്പോഴാണ് ഷിബിലി ഇതും കൂടി വരുന്നത്. അല്ലാതെ ഒരു വിഷയം മാത്രമായിട്ട് എന്താണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഈ വന്യമൃഗ ആക്രമണത്തിൽ എപ്പോഴെങ്കിലും ഇദ്ദേഹം പ്രതിഷേധിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇപ്പോൾ PV അൻവർ പറയുന്ന പോലെ ഒരു 3 കോടി രൂപ 1 കിലോമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ ഈ 3,000 കോടി തന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് പറയുന്ന ഒരു സജഷൻ ഇദ്ദേഹം വെച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ബാധിക്കും. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ തന്നെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആകുന്ന തെരഞ്ഞെടുപ്പാണ്. കാരണം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാത്ത, വലിയ തോതിൽ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത, അല്ലെങ്കിൽ കൂടുതലും വർഗീയമായിട്ടുള്ള ചേരിതിരിവുകൾ ഉണ്ടാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. സെമി ഫൈനലാണ്.
യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു വർഗീയമായിട്ടുള്ള ചേരിതിരിവുകൾ കൂടിയാണ് കേരളത്തിൽ ഇനി അടുത്ത 2026 വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. അതിൽ ഭൂരിപക്ഷം വോട്ട് കിട്ടുന്നവർ ജയിക്കുമെന്ന് വിചാരിക്കരുത്. ഷിബിലിയോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 2016 ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ വോട്ട് പെർസെൻറ്റേജ് കിട്ടിയപ്പോൾ അവർ 90 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം. 2021 2016 UDF 1% വോട്ട് കൂട്ടി, നില മെച്ചപ്പെടുത്തി കൃത്യ കണക്കുമൊക്കെ. പക്ഷെ എന്നിട്ടും 9 സീറ്റുകൾ ആർക്ക് കൂടുകയാണ് ചെയ്തത്? CPM LDF കൂടുകയാണ് ചെയ്തത്. അതായത് 90 സീറ്റ് ഉണ്ടായുള്ളൂ. ആ സമയത്ത് കിട്ടിയിരുന്ന വോട്ടിൽ നിന്നും 1% വോട്ട് കോൺഗ്രസ് കൂട്ടിയിട്ടും ആ സമയത്ത് LDF സീറ്റുകൾ 99 കൂടി. എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതാണ്. കാരണം 2016 BJP കിട്ടിയിരുന്ന വോട്ടുകൾ അല്ലെങ്കിൽ BJP ഉണ്ടായിരുന്ന വോട്ടുകളിൽ ഗണ്യമായ കുറവുണ്ടായി. അപ്പോൾ ആ പെർസെൻറ്റേജിൽ കൂടുതൽ കിട്ടിയത് ആർക്കാണ്? LDF. കുറവ് പെർസെൻറ്റേജ് കൂടിയത് ആർക്കാണ്? UDF. അപ്പോൾ അതേപോലെ തന്നെ UDF നില മെച്ചപ്പെടുത്തിയാലും നോക്കുന്ന തെരഞ്ഞെടുപ്പുകൾ കൂടിയാണ് ഇനി കേരളത്തിൽ വരാനിരിക്കുന്നത്. ഇതിൽ എനിക്കൊരു സംശയവുമില്ല. ഇത് വലിയ തോതിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനെ ഇവിടൊക്കെ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ UDF കിട്ടാമായിരുന്ന വോട്ടുകളെ ബാധിക്കും. അതാണ് എൻ്റെ വാദം.